ഈ ഒരു പൊരിഞ്ഞ ചൂടത്ത് ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഒരേ ബൗൾ കഴിച്ച് നോക്കി. നല്ലൊരു ഉന്മേഷവും കിട്ടും, ചൂടിന് നല്ല ആശ്വാസവും കിട്ടും. ഇതുണ്ടാക്കാനിപ്പോൾ ഒരുപാട് ഐറ്റംസ് ഒന്നും വേണ്ടാന്നേ. ചിയ സീഡ്സിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് എല്ലാവർക്കും അറിയുന്നതുകൊണ്ട് തന്നെ ഒരുവിധം ആളുകളും അത് വാങ്ങുന്നുണ്ട്. അപ്പോൾ അതിലൊരു 1-2 ടീസ്പൂണ് അല്പം വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്ത് വെക്കാം. ഇനിയിപ്പോൾ അത് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ, അതില്ല കൂടുതലും നല്ലത്. അപ്പോൾ അതിനൊപ്പം അല്പം തൈര്, നല്ല പുളിയില്ലാത്ത കട്ട തൈരായിരിക്കണം. നല്ലോണം ഒന്ന് ഉടച്ചതിന് ശേഷം ഈ സോക്ക് ചെയ്ത ചിയ സീഡ്സിൻ്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിൻ്റെ കൂടെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസൊക്കെ നമ്മളെ ചോയ്സാണ് കേട്ടോ. എരിവിന് അല്പം ഇഞ്ചിയും പച്ചമുളകും പൊടിയായി അരിഞ്ഞിടാം. പാകത്തിനുള്ള ഉപ്പ് കൂടി പോകാതെ നോക്കണേ. പിന്നെ ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ ഒരു നുള്ള് പഞ്ചസാര. ഇനി എല്ലാം കൂടെ മിക്സ് ചെയ്തൊന്ന് തണുപ്പിക്കാൻ മാറ്റി വെക്കാം. ഒരല്പം വെളിച്ചെണ്ണയിൽ ചെറിയ ജീരകവും കായപ്പൊടിയും കറിവേപ്പിലയും മൂത്ത് വരുമ്പോൾ ഒരു കൈപ്പിടി കപ്പലണ്ടി ഇട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് ഇതിൽ ചേർത്ത് വയ്ക്കും. ഈ സമയത്ത് കഴിച്ചാൽ അത് ഡെയിലി കഴിക്കാൻ തോന്നും. ട്രൈ ചെയ്ത് നോക്കണേ,